CPIക്ക് ഇന്ന് 100 വയസ്സ് തികയുന്നു. പ്രക്ഷോഭങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒരു നൂറ്റാണ്ടിന്റെ അറ്റത്ത് പാർട്ടി പ്രതിസന്ധികളുടെ ചുഴിയിൽ കറങ്ങുമ്പോഴാണ് 100ാം വാർഷികാഘോഷം. രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ സജ്ജമെന്ന് CPI ജനറൽ സെക്രട്ടറി ഡി രാജ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. 1925 ഡിസംബർ അവസാന വാരം കാൺപൂരിൽ സംഘടിച്ച കമ്മ്യൂണിസ്റ്റുകൾ പാർട്ടി രൂപീകരിച്ചു. എല്ലാ വർഷവും ക്രിസ്മസ് വാരത്തിൽ സമ്മേളിക്കുമെന്നും വർഗീയ സംഘടനകളിൽ അംഗത്വമുള്ളവരെ ഒപ്പം കൂട്ടില്ല എന്നും തീരുമാനിച്ചു. സമര പോരാട്ടങ്ങളുടെ പതിറ്റാണ്ടുകൾ പിന്നിട്ട പാർട്ടി അധികാരത്തിൻ്റെയും തിരിച്ചടികളുടെയും വഴിയിലൂടെ നടന്നു. ഇടയ്ക്ക് പിളർത്തിപ്പോയവർ ചിലയിടത്ത് വളർന്നു. പക്ഷേ എല്ലാവരും തിരിച്ചടി നേരിടുന്ന കാലത്ത് മാതൃപാർട്ടി 100ാം വാർഷികം ആഘോഷിക്കുന്നു. 100 years journey of Communist Party of India, our party, is one of great struggles and supreme sacrifices. Our party was the first to give the call for complete independence, Purna Swaraj. Our party was in the forefront of fighting the colonial rule. ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പഴയ മദ്രാസിൽ നിന്നുള്ള ശിങ്കാരുവേലി ചെട്ടിയാരായിരുന്നു. പാർട്ടിയെ 100ാം വാർഷികത്തിന്റെ ദിവസം നയിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള നേതാവ്. If anybody writes history of India and they will understand the pages of the history of India are full of blood and sweat of communists. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം ഒന്നിച്ചാൽ വലിയ ശക്തിയാകില്ലേ? ഈ ചോദ്യത്തിന് ഞങ്ങളല്ലേ മാതൃപാർട്ടി എന്ന് രാജയുടെ മറുപടി. Our party is the mother party, and our party has been always advocating that communists all should come together. And in fact, when Comrade Rajeshwara was General Secretary of the party, he gave the call for reunification of the communist movement on principle basis. And we have been talking about unification of the communist movement, left forces. വെല്ലുവിളികളുടെ കുത്തൊഴുക്കിന് മറികടന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇനിയും നൂറ്റാണ്ടുകൾ സഞ്ചരിക്കാൻ കഴിയുമോ? കാലം മറുപടി പറയട്ടെ. ഡൽഹിയിൽ നിന്ന് ജഗദീഷ് ബിഷ്ടിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.